بسم الله الرحمن الرحيم. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഖബറിന്റെ ഉള്ളില് ചില ആളുകൾക്ക് സമാധാനമാണ് സൽമാൻ. ആ ഖബറിന്റെ ഉള്ളില് ചില ആളുകളുടെ ശരീരങ്ങൾ മണ്ണ് പോലും തൊടൂല സൽമാൻ. ആ ഖബറിന്റെ ഉള്ളില് ഒന്ന് പെട്ടുപോയാൽ ഖബറൊന്ന് ചുംബിക്കുമ്പോ അവിടന്ന് പടച്ചവനെ വഫിൽ ഖബരി മൂനിസ, അല്ലാഹുവിന്റെ നേരം പോക്കാക്കുന്ന, കളിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, തമാശ പറയുന്ന മാലാകമാര് കടന്നു വന്നിട്ട് ഖബർവാസിയോട്, ചില ഖബർവാസികളോട് പറയുകയാ, അല്ലയോ പ്രിയപ്പെട്ടവളെ, അല്ലയോ പ്രിയപ്പെട്ടവനെ, നമുക്ക് നൗമത്തിൽ അറൂ, പുതിയ ആപ്പള ഉറങ്ങുന്നത് പോലെ, ഒരു പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. സൽമാനെ, ചില ആളുകളുടെ ശരീരങ്ങൾ എപ്പം നോക്കിയാലും, ഏത് സമയത്ത് നമ്മൾ തുറന്നു നോക്കിയാൽ അവന്റെ കഫംപുട വെക്കപ്പെടുന്ന കോട്ടം വരാതെ, അവന്റെ ശരീരത്തിന് കോട്ടം വരാതെ, അവനെ കൊണ്ടുവെക്കുമ്പോ അവന്റെ കണ്ണിലോ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ തുണികൾ കൊണ്ട് ദൂരങ്ങളൊക്കെ അടച്ചു വെച്ച, പഞ്ഞി വെച്ചാൽ കർപ്പൂരം പുരട്ടിയാൽ എത്ര പുരട്ടിയാ അതുപോലും മാറിപ്പോകാതെ ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന ശരീരങ്ങള് ചില ഖബറുകളിൽ ഉണ്ടാകും കേട്ടോ സൽമാൻ എന്ന് പറയുമ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ ഉമറേ, ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ ഉമറേ? അപ്പോഴാണ് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓതുകയാണ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഈമാനികമായ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ വരണോ. അല്ലാഹുവേ, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ട്, ഒരുപാട് നോമ്പെടുത്തത് കൊണ്ട്, ഒരുപാട് സദഖ ചെയ്തത് കൊണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുത്തത് കൊണ്ട് മാത്രം ഈമാൻ പൂർണ്ണമാകുന്നില്ല. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ആറടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ മുങ്കർ നക്കീർ കടന്നു വരുമല്ലോ, അവിടെ ഇടുക്കമുണ്ടല്ലോ, അവിടെ പാമ്പ് വരുമല്ലോ, അവിടെ തേള് വരുമല്ലോ, അവിടെ ചിതല് വരുമല്ലോ. എന്നാ ചില ആളുകളുടെ ശരീരങ്ങള് ചിതല് പോലും ധരിക്കൂല എന്നുള്ള വിശ്വാസങ്ങൾ അവിടെ അല്ലാഹുവേ ഖുലഫാഇർ റാഷിദീൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്നിവിടെ കടന്നിരിക്കുന്നവരെ, നമുക്കും ആ ഒരു വിഭാഗത്തിൽ പെടണ്ടേ. 4 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്താ, ആ 4 വിഭാഗത്തിൽ നമ്മൾ പെട്ടാൽ ആ ഖബറിന്റെ ഉള്ളില് ഖിയാമത്ത് നാൾ വരെ സന്തോഷമാണ്. അല്ലാഹു ഈ പറയാൻ പോകുന്ന 4 വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഉറക്കുന്നു പറയാം, അല്ലാഹു ഈ ഒരു 4 വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളൊക്കെ സുന്നികളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, ഉറക്കെ പറയും, നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോകത്ത് കൊണ്ടുവന്ന് പഠിച്ച് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കോലത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയ മഹാരഥന്മാരെ ആദരിച്ച് ആ ഒരു ആദരവിലും ആ ഒരു ബഹുമാനത്തിലും ആ ഒരു സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഈ ഇരിക്കുന്നത് ആ ഒരു ആശയ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഔലിയാക്കളെ സ്നേഹിക്കാത്തവരുണ്ടോ? ഉണ്ടോ? എല്ലാരും പറയുണ്ടോ? ഇല്ല. എല്ലാരും അവരിഷ്ടപ്പെടുന്നവരാണ്. അവരാര്? അള്ളാഹു ആദരിച്ചവരാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവരെ മുമ്പിൽ പോകുന്നത്, ആ ഖബറിന്റെ അടുക്കൽ പോകുന്നത്, അവരെ ഇഷ്ടപ്പെടുന്നത്. മലക്ക് ജിബ്രീൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, എല്ലാ മാലാകമാരും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ മാലാകമാർ ഇഷ്ടപ്പെടുമ്പോ ആ മനുഷ്യനെ ഭൂമിയിലുള്ളവർ മുഴുവനും ആദരിക്കും. അപ്പോൾ അവരുടെ ചാരത്തേക്ക് പോകും, അല്ലേ? അപ്പോ സന്തോഷം നിറഞ്ഞിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. അല്ലാഹുവേ,
ഇസ്ലാമിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സ് ചാഞ്ചാട്ടമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നീ മാറ്റല്ലേ റഹ്മാനെ. മനസ്സറിഞ്ഞ നാമീം പറയും, അല്ലാഹ് അങ്ങനത്തെ ഒരു മാറ്റം നീ ഉണ്ടാക്കല്ലേ റഹ്മാനെ. അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദിന്റെ കീഴിൽ അല്ലാഹു അമ്പിയാക്കളെ, പ്രവാചകന്മാരെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ, ഔലിയാക്കളെ ഇഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് വെക്കുന്നവരിൽ റബ്ബേ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പൊ 4 വിഭാഗം ആളുകളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നൂല എന്നാണ്. മണ്ണ് തിന്നൂല. അതിൽ അൽഹംദുലില്ലാഹ് എണ്ണി പറയുന്നതിൽ 10 വിഭാഗം ആളുകൾ അത് വേറെയുണ്ട്. എന്നാൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ആ 4 പേര് ഇൻഷാ അല്ലാഹ് ഇന്നങ്ങോട്ട് പറയും. നാളെ ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മമാർക്കുള്ള ഒരു വിഷയം, നല്ല അതിമനോഹരമായ മാതാപിതാക്കളുടെ വിഷയം ഇതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഉൾപ്പെടുത്താത്ത പുതിയൊരു മാതാവും പിതാവും എന്നുള്ളൊരു വിഷയം ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ നമ്മൾ വളരെ ഇന്നത്തെ കാലികമായി നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞൊന്നും ആയിരിക്കില്ല, പുതിയ തന്നെയായിരിക്കും. ധൈര്യമായിട്ട് പോന്നോളി. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആമീൻ നമുക്ക് വേണ്ടെന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇല്ലേ? അപ്പൊ 4 വിഭാഗത്തിൽ നമ്മൾ പെടണം. ആരൊക്കെയാണ് ആ 4 വിഭാഗം നമുക്ക് പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ചില ആളുകളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസമല്ലേ? ആണോ? അല്ലെ? നിങ്ങൾ പറയും. ആണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൽമാൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ. 4 വിഭാഗത്തിൽപ്പെട്ടവരിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മനപാഠമാക്കിയവരാരാ? ആ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നവരാരാ? ഇന്നിവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, ബാപ്പമാര്, എന്തിനാ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അല്ലാഹുവേ ഹിഫ്ള് പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് പറഞ്ഞു വിടുന്നത്? സന്തോഷം കിട്ടാനാണ്, സ്വർഗത്തിൽ കിരീടം കിട്ടാനാണ്. അത് മാത്രവുമല്ല, ഖുർആൻ മനപാഠമാക്കിയ ആളുകളാരാണ്? അവരുടെ ശരീരങ്ങൾ മണ്ണു തിന്നൂല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തൊട്ടടുത്തുന്ന സോഷ്യൽ മീഡിയ എന്നതാ ഓരോ കാര്യങ്ങളെന്ന് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞവരാണ്. ഇന്ന് പോലും ഖബറിനെ പറ്റി ഞാനൊന്ന് ചർച്ച ചെയ്യാൻ കടന്നു വരുമ്പോ ആ ഒരു ഖബറിന്റെ അവസ്ഥയെ പറ്റിയിട്ട്, ഖബറിന്റെ പരിമളത്തെ പറ്റി അറിയാൻ ഇന്നാ പ്രിയപ്പെട്ട ഖബർവാസിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഫോണിലൂടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാ ഇന്ന് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത്. അപ്പോഴാണ് മകൻ പറഞ്ഞത്, ഉസ്താദേ മരിക്കുന്ന സമയത്ത് ഇവിടില്ല, ഉപ്പയെ ഞാൻ കണ്ടു, നല്ല കോലത്തിൽ കണ്ടു. ആ സമയം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു പോകുന്നത് എന്ത് സുഗന്ധമാ, എന്തൊരാനന്ദമാ എന്നവിടെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ അതെടുത്ത് വെച്ചുകൊണ്ട് ചില ആളുകളെന്ന് പറയുകയാണ്, ഇന്നിവിടെ കടന്നിരിക്കുന്ന പാവപ്പെട്ട ബാപ്പമാരുടെ, പാവപ്പെട്ട ഉമ്മമാരുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുനിന്ന് ചില ആളുകൾ കടന്നു വരികയാണ്. എന്തിനേറെ അല്ലാഹുവേ റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകൾ എന്തേ പറഞ്ഞു എന്നറിയോ? ആ ഖബറെല്ലാം മണ്ണു തിന്നും, ഒരു മനുഷ്യന്റെ ശരീരവും ശേഷിക്കൂല. അത് കേട്ടവർക്കറിയാം. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നതില് മുഴുവനും മാറി 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 വേറെ വേറെ വാക്കുകളായി പറയുകയാണ്. ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്. എങ്ങനെയെങ്കിലും നല്ലൊരു കാര്യം കണ്ടല്ലോ, ഇനി ഇതിനെ വന്ന് തടയണമല്ലോ. അല്ലാഹുവേ പരിശുദ്ധമായ ഔലിയാക്കളുടെ ചാര പോകുന്നവരുടെ ആ ഒരു സന്തോഷത്തെ വന്ന് മാച്ച് കളയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൂടിയിട്ട് എവിടെയാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരാളുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് വ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇദാ മാത ഹാമിലുൽ ഖുർആൻ ഔഹല്ലാഹു ഇലൽ അർളി അന്നഹു അല്ലാ തഅകുലി ലഹ്മഹു
തഖൂലുൽ അർള് ഐ റബ്ബ് കൈഫ ആകുലു ലഹ്മഹു വകലാമുക ഫീ ജൗഫിഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ആ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് പറഞ്ഞതാ, ഇദാ മാത ഹാമിലുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ അല്ലാഹുവിന്റെ ഖുർആന മനപ്പാഠമാക്കിയ ഒരാൾ മരിച്ച ഔഹല്ലാഹു ഇലൽ അർളി, അല്ലാഹു ഭൂമി ലോകത്തേക്ക് വഹി അറിയിച്ചിരിക്കുന്നു എന്തെന്നറിയോ, അല്ലാ തഖ്കുലി ലഹ്മഹു. അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു പറയുകയാണ്, ഭൂമിയെ അവന്റെ ശരീരത്തിന് നീ തിന്നേക്കല്ല, അവന്റെ ശരീരത്തിന് തിന്നേക്കല്ല. അപ്പോഴാണ് ഫതഖൂലുൽ അർള്, ഭൂമി റബ്ബിനോട് പറയുകയാണ്, ഐ റബ്ബ് അല്ലാഹുവേ കൈഫ ആകിലു ലഹ്മഹു, അവന്റെ ശരീരത്തെ എങ്ങനെ തിന്നാനാണ്, അവന്റെ ശരീരത്തെ എങ്ങനെ തിന്നാനാ. വകലാമുക ഫീ ജൗഫിഹി, അവന്റെ ശരീരം മുഴുവനും അവന്റെ ഖൽബ് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആനാണല്ലോ റബ്ബേ. പിന്നെ എങ്ങനെയാ ഞാൻ തിന്നാൻ, പിന്നെങ്ങനെ തിന്നാനാണ്? മുസ്തഫ നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅ ആശയത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവര്. അതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, അമ്പിയാക്കളെ സ്നേഹിക്കുന്നവരാണ്, ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്. അവർ കാണിച്ച വഴിയിലൂടെ അല്ലാഹുവേ അമ്പിയാക്കൾക്ക് പടച്ച റബ്ബ് വഹി കൊടുത്തെങ്കില് അവിടുന്ന് ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നത് ഇൽഹാമിലൂടെയാണ്. അതാണ് ലോകത്തുനിന്ന് വരച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ഹബീബിന്റെ ചുണ്ടുകൊണ്ട് പറഞ്ഞതാണ്, ഖുർആൻ മനപ്പാഠമാക്കിയ ഒരാളുടെ ശരീരത്തെ മണ്ണ് തിന്നൂല്ല. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്തെ മണ്ണിനോട് അല്ല പറയാൻ, മണ്ണേ നീ തിന്നേക്കല്ലേ. അല്ല പറയാ, മണ്ണേ നീ തിന്നേക്കല്ലേ. അള്ളാന്റെ വാക്ക് കേൾക്കാത്ത വല്ലുണ്ടോ ഭൂമിയില്? അല്ല പറയുമ്പോൾ എല്ലാം റബ്ബിനല്ലേ വഴിപ്പെടുന്നത്. ഭൂമി ചോദിക്കാ, റബ്ബേ എങ്ങനെ തിന്നാനാണ്? ഇവന്റെ ഉള്ളു മുഴുവനും ഖുർആനല്ലേ. ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്തെ തിന്നാൻ പറ്റുമോ? ഇല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, അവന്റെ ശരീരത്തെ മണ്ണ് തിന്നൂല. ഇതാരുടെ വാക്കായിരിക്കുന്ന ഉസ്താദുമാരെ വാക്കല്ല. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയുക, അൽഹംദുലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്രയെത്ര ഹദീസുകളാണ്. അൻഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅദ്ദിനുൽ മുഹ്തസിബു കശഹീദിൽ മുതശഹ്ഹിതി ഫീ ദമിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് അവിടുന്ന് മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കാമിഷിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചൊരു മുഅദ്ദിൻ വേറെ ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. അല്ലാഹുവേ പരിശുദ്ധമായ പരിപാവനമായ പള്ളികളിൽ ബാങ്ക് വിളിക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, അല്ലാ മറ്റൊരാളും എനിക്ക് പ്രതിഫലം തരണ്ട, നിന്റെ പ്രതിഫലം മാത്രമാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ബാങ്ക് വിളിക്കുന്ന ഒരാൾ ഒരു മുഅദ്ദിൻ കശഹീദിൽ മുതശഹ്ഹിതി ഫീ ദമിഹി. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തമൊഴുക്കിയവരെ പോലെയാ ആ സമയത്ത്. വഇദാ മാതാ, അങ്ങനെ അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കാമിഷിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ച ആള്, ആ ഒരു മനുഷ്യൻ മരിച്ചുപോയ ലം യുദവ്വദ് ഫീ ഖബരിഹി, അവനെ ആ ഖബറിന്റെ ഉള്ളിൽ പുഴുക്കൾ തിന്നൂല്ല. അല്ലാഹുവേ പുഴുക്കൾ തിന്നൂല്ല. ലോകത്തിന്റെ മണിമുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ
ഉറക്കെ ചൊല്ല് ബാപ്പാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഖബർ മണ്ണ് തിന്നാത്തവരുടെ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കും ഒരു വിദ്വേഷത്തിന് വേണ്ടിയല്ല. അഹ്ലു സുന്നത്തിൽ അടിയുറച്ച് വിശ്വസിച്ച എന്റെ പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര്, നമ്മുടെ ഈമാൻ ഒന്നുകൂടെ മുറുകാനാണ് ഈ പറയുന്നത്. അല്ലാഹുവേ, ലോകത്തൊന്ന് എങ്ങനെയെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവർ, അമ്പിയാക്കളെ ഇഷ്ടപ്പെട്ടവർ, ഔലിയാക്കളെ ഇഷ്ടപ്പെട്ടവർ, അവരുടെ ചാരത്ത് പോകുന്നവർ, അവരെ എങ്ങനെയെങ്കിലും തടയിടണ്ടേ, എന്തെങ്കിലും കൊഞ്ഞണം കുത്തിയെങ്കിലും തടയിടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുനിന്ന് പലരും കടന്നു വരുമ്പോ ആ ചതിക്കുഴിയിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഷമീർ ദാരിമി എന്നല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങൾ കടന്നു വന്ന് ഇന്നീ സദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ. ഈ ഉസ്താദുമാര് മുഴുവനും നൂറുകണക്കാന ഹദീസുകളുമായി വന്നാൽ, ഒരുപാട് ആശയങ്ങളുമായി വന്നാൽ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഇത് പറയുമ്പോ ഒരു പക്ഷേ വീണ്ടും പറഞ്ഞേക്കാ, അതും ഞങ്ങൾ വിശ്വസിക്കൂല. പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ വിശ്വാസമുള്ളവരാണ്, അമ്പിയാക്കളിൽ വിശ്വാസമുള്ളവരാണ്, ഖുർആൻ തന്നെ ഔലിയാക്കളുടെ കഥകൾ പറഞ്ഞിട്ടുള്ളവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രങ്ങൾ എത്രയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. പരിശുദ്ധമാക്കപ്പെട്ട റൗളാ ഷരീഫിന്റെ ചുമരുകളൊക്കെ നല്ലതുപോലെ വന്ന് വൃത്തിയാക്കാൻ, അതിന്റെ സൈഡുകളൊക്കെ വന്ന് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു നല്ല ഒരു കാൽപാദം കാണുകയാണ്. വലന്നോ അന്നഹാ ഖദമുൻ നബി. അവരെല്ലാം അല്ലാതെ പേടിച്ചുപോയി. പടച്ചവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമൊന്ന് വൃത്തിയാക്കുമ്പോ, ഒന്ന് പുനർനിർമ്മിക്കുമ്പോ ഈ കാണുന്ന ഹബീബ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദമാണോ റബ്ബേ? സ്വഹാബത്ത് മുഴുവൻ അന്തം വിട്ടു പോവുകയാണ്. എല്ലാ സ്വഹാബത്തും ഒരുമിച്ച് കൂടുകയാണ്. ആ കൂട്ടത്തിൽ ആരുണ്ടെന്നറിയോ? ഉർവ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഉർവ തങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹ് മാ ഹിയ ഖദമുൻ നബി. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദമല്ല, അത് മണ്ണു തിന്നില്ല എന്ന ഉറപ്പാണ്. മാ ഹിയ ഇല്ലാ ഖദമു ഉമറ. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ്. എത്രയോ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് അമ്പിയാക്കളിൽപ്പെട്ട ആളല്ലല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. എന്നിട്ട് പോലും ആ ഉമറിന്റെ ശരീരത്തിന് ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് ഒരു പുഴയെ ഉഹദിന്റെ രണാങ്കണത്തിൽ അവിടുന്ന് ഷഹീദായ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഖബറടക്കിയ ആ സ്ഥലത്തുകൂടെ ഒരു പുഴ ഒരുക്കാൻ തീരുമാനിച്ചപ്പോ മുആവിയ റളിയല്ലാഹു തആല അൻഹു വേണ്ടപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഖബറടക്കിയവരൊക്കെ വന്ന് മാറ്റി വന്ന് ഖബറടക്കണമെന്ന് പറയുമ്പോ, അങ്ങനെ അതിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവനെ, അവിടുന്നതാ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പിക്കാസിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു കാലിലേക്ക് അവിടുന്ന് പിക്കാസ് കൊള്ളുമ്പോ, അവിടുന്ന് കുടിച്ചെടുക്കുന്ന ആ ഒരു യന്ത്രം കൊള്ളുമ്പോ, റബ്ബേ, ആ കാൽപാദത്തിൽ നിന്ന് ചോര ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്, പമ്പ് ചെയ്യുകയാ. ആരുടെ കാൽപാദമെന്നറിയോ? സയ്യിദുനാ ഹംസത്തുൽ ഖറാർ. അമ്പിയാക്കളിൽപ്പെട്ട മഹാനല്ല, അവിടുന്നതാ ഷഹീദായി പോയ മഹാനുഭാവനാണ്. എന്നിട്ട് പോലും ശരീരത്തൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്നതാ വിട പറഞ്ഞു പോയി. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുക്കുമ്പോ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ വെച്ചത് എങ്ങനെയാണോ ആ വെള്ള വസ്ത്രത്തിൽ വെച്ചതുപോലെ അവിടുന്ന് കണ്ണൂരി, അതാ അവിടുന്ന് കണ്ണിൽ കർപ്പൂരം പുരട്ടിയത്
പോലെ ആ പഞ്ഞിക്ക് പോലും ഒരു കേടുവരാതെ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പോലും എടുത്തെങ്കില് എത്രയോ സൂഫിയാക്കളുടെ, എത്രയോ അമ്പിയാക്കളുടെ, എത്രയോ ആലിമീങ്ങളുടെ, എത്രയോ ഔലിയാക്കളുടെ കബറുകൾ അല്ലാഹുവേ കബർ പൊളിച്ചപ്പെടും. അതൊന്നും മണ്ണ് തിന്നാതെ 100 അനുഭവങ്ങൾ വരുമ്പോ അത് വിശ്വസിക്കുകയല്ലാതെ വഴിയില്ലല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നതെല്ലാം വിശ്വസിക്കുമല്ലോ. അതിനെ തടയിടണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ലോകത്ത് പലരും കടന്നു വരുന്നത്. ആ ഒരു വഴിയിലൂടെ കടന്നു പോകാതിരിക്കാനാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ.